കൂട്ടുകുടുംബങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ മാതാപിതാക്കൾ വഫാത്തായി പോയിട്ടുണ്ട്. ഇതാ ബഹുമാനപ്പെട്ട ഉമ്മയുടെയും തമ്മയുടെ ആണ്ടുവരാൻ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ. നമുക്കറിയാം, ഉമ്മ ഞാനൊരിക്കൽ വന്നപ്പോ വീൽ ചെയറിൽ ഇരുത്തിയിട്ട് ഉമ്മയെ വീൽ ചെയറിൽ ഇരുത്തിയിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ വീടിന്റെ ഉള്ളിൽ അങ്ങനെ കൊണ്ടു നടക്കുകയാണ്. എന്താണ്? പാട്ടുപാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടി, വലാൽ ബദറു അലൈനാ മിൻ സലിയാത്തിൽ വദായി വജബ ശുക്രു അലൈനാ മാദാ ലില്ലാഹി ദായി എന്ന പാട്ടുപാടി ഉമ്മാനെ വീൽ ചെയറിൽ ഇരുത്തി ഉമ്മാനെ അങ്ങനെ വീടിന്റെ ഉള്ളിൽ അങ്ങനെ ആ ഒരു വാത്സല്യം, ആ ഒരു സ്നേഹം, ആ ഒരു ബഹുമാനം അത് കണ്ടാണ് അന്തം വിട്ടുപോയി. ആ ഉമ്മ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വഫാത്താണ്. ആ വാർത്തയാണ് എന്നെ കേൾക്കുന്നത്. അത്രത്തോളം ആ ഉമ്മയെ വഫാത്തിന്റെ സമയം വരെ പരിചരിക്കാനും സ്നേഹിക്കാനും അവിടത്തെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒരു മകനിക്ക് ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ കിട്ടാനുള്ളത്. നമുക്കറിയാം, നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ അവരൊക്കെ ഖബറിലാണ് കിടക്കുന്നത്, 6 അടി മണ്ണിലാണ് കിടക്കുന്നത്. കഴിഞ്ഞ മജ്ലിസിൽ ഇവിടെ വന്ന ആളുകൾ ഇന്നിവിടെ ഇല്ല. പല ആളുകളും ഇന്ന് 6 അടി മണ്ണിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. കഴിഞ്ഞ സമൂഹ വിവാഹത്തിൽ പങ്കെടുത്ത പല ആളുകളും ഈ മജ്ലിസിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അവരിന്ന് നമ്മുടെയൊക്കെ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് അവർ 6 അടി മണ്ണിന്റെ ഉള്ളിൽ കഴിയുകയാണ്. ഒരിക്കലും അവരെ നമ്മൾ മറക്കാൻ പറ്റൂല. മരിച്ചുപോയ ആളുകളെ മറന്നിട്ടുള്ള ഒരു പരിപാടി നമുക്ക് പറ്റൂല. അതല്ലേ ഇവിടെ ഫാത്തിയ, ധാരാളം ഫാത്തിയ ഓതുന്നു. അതൊക്കെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അവസാനം നമ്മളെ കൂട്ടുകുടുംബങ്ങളിൽ നിന്നൊക്കെ മരിച്ചുപോയ ആളുകൾക്ക് ഫാത്തിയ ഓതുന്നു. അവരെ മറക്കാൻ, അവരെ മറന്നിട്ട് ഒരു മജ്ലിസും ഒരു പരിപാടിയും എവിടെ ഇല്ല. അതിന്റെ മുമ്പ് ഉസ്താദ് പ്രസംഗിച്ചു. എന്റെ ഉമ്മയെ കുറിച്ച് ഞാൻ കരഞ്ഞുപോയി. 13 വയസ്സിൽ അള്ളാഹു എനിക്ക് തന്ന നിഅമത്തുണ്ടല്ലോ, അതിന്റെ ഉമ്മാന്റെ ദുആയാണ്. എല്ലാ സദസ്സിലും ഞാൻ പറയാറുണ്ട്, എന്റെ ഉമ്മാന്റെ ദുആ. ഉസ്താദ് പറഞ്ഞത് ശരിയാ. എന്റെ ഉമ്മയെ ഞാൻ പല ദിവസങ്ങളിലും, നിങ്ങളൊക്കെ അങ്ങനെ ഉമ്മാനെ നോക്കണം. പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ വെച്ചിട്ട് എന്റെ ഉമ്മയെ ഡോക്ടർമാര് തരുമ്പോ നേരം വെളുക്കൂല തങ്ങളെ എന്ന് പറഞ്ഞു. ഞാനും എൻ്റെ അനുജന്മാരൊക്കെ ഖബറിനെ കുറിച്ച്, ഖബറ് കുത്തന്റെ എല്ലാവർക്കും അറിയാം. മൂക്കിൽ പൈപ്പൊക്കെ ഇട്ട് അവസാനത്തൊരു മുടിപ്പ്. ഞാൻ പറഞ്ഞു ഐസിന്ന് എൻ്റെ ഉമ്മാനെ തന്ന് ഡോക്ടർമാര് പറഞ്ഞു കൊണ്ടേക്കോളൂ. എൻ്റെ ഉമ്മയെ ഞാൻ അവിടെ നിന്ന് എടുത്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് എൻ്റെ ഉമ്മ 1 വർഷം ജീവിച്ചു. വർത്താനം പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയാം. അള്ളാഹുമ്മയുടെ ഖബർ അള്ളാഹു വിശാലമായി കൊടുക്കട്ടെ. അറിയോ, നമ്മളെ ഉമ്മമാർക്ക് നമ്മൾ എത്ര സ്നേഹിക്കുന്നുണ്ടോ അത്ര നമ്മളെ ഉമ്മമാരിങ്ങനെ ആയുസ്സുള്ള കൂട്ടിക്കൊണ്ടിരിക്കും. ഇത്ര ഉമ്മമാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇന്നലെ 65 വയസ്സിന്റെ മുകളിൽ ഒരു ഉമ്മ വന്നിട്ട് പറയാ, എന്റെ മകന് എന്നെ അടിക്കാണ് തങ്ങളെ, എന്റെ മകന് എന്നെ അടിക്കുക. ഇന്നലെ രാത്രി ഉമ്മ പോയിട്ടില്ല. 6 മക്കളെ പ്രസവിച്ചൊരു ഉമ്മ ഈ സദസ്സിലുണ്ട്. ഇന്നലെ വൈകുന്നേരം വന്നിട്ട് പോയിട്ടില്ല. കരഞ്ഞുപോയി. ഉമ്മാനെ നോക്കാത്തവനക്കൊക്കെ എന്ത് ദുനിയാവാ. അള്ളാഹു ഉമ്മമാരെ നോക്കാനുള്ള ഖൽബ് അള്ളാഹു നൽകട്ടെ. ആരെങ്കിലും സദസ്സിൽ ഉമ്മമാരെ വേദനിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മോനെ, ഇന്നൽ ഖബറ അവ്വലു മൻസിലു മിൻ മനാസിലിൽ ആഖിറ, പാരത്രികമായ ലോകത്തിലേക്കുള്ള ആദ്യത്തെ കവാടം ഖബറാണ്. ഖബർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഖിറത്തിലേക്കുള്ള ജീവിതത്തിലേക്ക് മെയിൻ വാതിലാണ്, എൻട്രൻസ് ആണ്. ഖബറിന്ന് രക്ഷപ്പെടാതെ ഒരു രക്ഷയില്ല. അല്ലാഹ് കാക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ നൂറെ ഹബീബിന്റെ കീഴിൽ 2 വർഷത്തോളമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരിക. 50ഓളം പെൺകുട്ടികളെ ഞങ്ങൾ കെട്ടിച്ചു വിട്ടു. ഉസ്താദിനെ നിങ്ങൾക്ക് അറിയോ? അള്ളാഹു ഉസ്താദിന്റെ ഉപ്പയുടെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. ബഹുവന്യരായ കുമരമത്തൂർ സമസ്തയുടെ പ്രസിഡന്റായിരുന്ന ബഹുവന്യരായ AP ഉസ്താദിന്റെ മകനാണ്. അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് അള്ളാഹു കൊടുക്കട്ടെ. ഉപ്പയുടെ ഖബർ അള്ളാഹു വിശാലമായി കൊടുക്കട്ടെ. അപ്പോ അങ്ങനെ ഞാൻ എത്തി മക്കളെ കെട്ടിക്കാൻ തുടങ്ങി. 17ഓളം 18ഓളം വീട് ഞാൻ നിർമ്മിച്ചു നൽകി. ഉസ്താദിന്റെ മഹല്ലില് ഒരു ആലിമായ, ഒരു ഫൈസിയായ ഒരാൾ എന്റെ അടുത്ത് വന്നു. ഉസ്താദ് പറഞ്ഞു, കിഡ്നി എന്ത് രോഗിയെന്നു, ക്യാൻസർ രോഗമായിരുന്നു. ഒരു ഗതി, മരണപ്പെട്ടില്ല. ഒരു വീടുണ്ടാക്കാൻ ശ്രമിച്ച് കുറെ ആയി, ക്യാൻസറായി കിടക്കിയെന്ന്. ഉസ്താദ് ഒരു 10-35 വയസ്സ് പ്രായമുള്ളൂ. ഈ ലോകത്തോട് വിട പറഞ്ഞു. ഞാൻ കൊടുത്തു. എത്രയാണ് തന്നത്?
1,00,000 റുപ്യ ഞാനും കൊടുത്തു. ഞാൻ എന്ത് നന്മ ചെയ്യാണെങ്കിലും അതിന്റെ കൂടെ പറപ്പിങ്ങളെ പേരില്ല. ഇന്ന് ഇവിടെ ഒരു നല്ലൊരു നന്മ ചെയ്യാണ് ഞാൻ നിങ്ങളെ പേരിൽ. നല്ലൊരു നന്മ ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാണ്. ഇന്ന് മജ്‌ലിസിൽ വന്നവര് ഭാഗ്യമുള്ളവരാണ്. ഞാൻ ഇപ്പൊ പറയും എന്താ സംഭവം, ഞാൻ ഇപ്പൊ പറയും. നിങ്ങൾക്കറിയോ, ഇന്ന് ഈ മഴ പെയ്യുമ്പോ ഞാൻ ഇത്ര ആളെ പ്രതീക്ഷിച്ചിട്ടില്ല. ഇത്ര ആളെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇന്ന് മഴയാണ്, ചെറിയൊരു മജ്‌ലിസ് തന്നെ പ്രതീക്ഷിച്ചത്. അൽഹംദുലില്ലാ. അള്ളാന്റെ റസൂലിന്റെ പേരമക്കളെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് നിങ്ങളോ. അവിടുത്തെ അള്ളാന്റെ റസൂലിന്റെ ബറക്കത്ത് അല്ലാഹു നിങ്ങളെ വീടുകളിലും നിങ്ങളെ ഖബറിലും അല്ലാഹു നൽകട്ടെ. അറിയോ, ഞാന് ഇന്റെ കാര്യമല്ല പറയുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കണേ, അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കണം. അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരമക്കളാണ്. അവരൊരു തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കാൻ അവിടെ വല്യപ്പമാരുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോകുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞത്, 2 കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് ഈ ലോകത്ത് നിന്ന് ഞാൻ പോകുന്നത്. അത് ഒന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനാണ്. ഒന്ന് പെരിയോന്റെ കലാം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ, അത് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. 2ാമത് എന്റെ പേരമക്കളാ അഹ്ലു ബൈത്തി. എന്റെ അഹ്ലു ബൈത്തിന്റെ എന്റെ പേരമക്കളുണ്ട്. അള്ളാന്റെ റസൂലിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട അഹ്ലു ബൈത്തുണ്ട്. അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹ്. അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ നൂഹ് നബിയുടെ കപ്പല് പോലെയാണോ. നൂഹ് നബിന്റെ കപ്പലിൽ ആരൊക്കെയാണോ കയറിയതെങ്കിൽ ആ കപ്പലിൽ കയറിയവർ രക്ഷപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. ആരെങ്കിലും ഒരാള് അഹ്ലു ബൈത്തിനെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ 10 സ്ഥലത്ത് അല്ലാഹ് നിങ്ങളെ സഹായിക്കും. 10 സ്ഥലത്ത് അല്ലാഹു നിങ്ങളെ സഹായിക്കും. അതിൽ 1ാമത് സക്കറാത്തിന്റെ വലിക്കുമ്പോഴാ ദാഹമൂത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലവീനമനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സക്കറാത്തിന്റെ വലിക്കുമ്പോ സൈത്താമാരിങ്ങനെ ചുമരിന്റെ അടുത്തുണ്ടാവും. ഒരു മൊന്തങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും. ആ സമയത്ത് ഒരു മനുഷ്യൻ മരിക്കാൻ പോണ സമയത്ത് കടലിലെ വെള്ളം കുടിച്ചാലും അവന്റെ ദാഹം തീരൂല. അങ്ങനെ ഇത്ര പറയുന്നു. കടലിലെ വെള്ളം കുടിച്ചാലും ദാഹം തീരൂല. ആ സമയത്ത് ഇബ്ലീസ് ഇങ്ങനെ വന്നിട്ട് ഒരു മൊന്തയുമായിട്ട് നിൽക്കുന്നുണ്ടാകും. കുടുംബത്തിൽപ്പെട്ടവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഇങ്ങനെ ചൊല്ലിത്തരുമ്പോ ചുമരിൽ നിന്നിട്ട് ഇബ്ലീസ് പറയിച്ചല്ലണ്ടടാ, നിനക്ക് ഞാൻ ഈ മൊന്തയിൽ കിടക്കുന്ന വെള്ളം തരാൻ നീ ചൊല്ലണ്ട. വല്ലാത്ത ദാഹമായിരിക്കും. അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? എനിക്കാണെങ്കിൽ ഇവനക്കറിയില്ല ഇബ്ലീസാണെന്നറിയില്ല. വെള്ളം കുടിക്കാൻ അവനക്ക് ദാഹമുണ്ട്. വെള്ളം വാങ്ങും വേണം, കലിമീ ചൊല്ലണം. ആ സമയത്ത് അവിടെ അള്ളാന്റെ റസൂല് വരണം. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് നിങ്ങൾ ഈ ലോകത്ത് നിങ്ങൾ അഹ്ലു ബൈത്തിനെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അള്ളാന്റെ റസൂല് വരും. എന്നിട്ട് ഇബ്ലീസിനെ പായിക്കും അല്ലാഹു. ഇബ്ലീസിന്റെ ശർറുകളെ തൊട്ട് അല്ലാഹ് കാത്തു രക്ഷിക്കട്ടെ. 2ാമത് ഖബറിലാണ്. അഹ്ലു ബൈത്തിനെയാണ് നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, അഹ്ലു ബൈത്തിനെ നിങ്ങൾ ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്, ഇന്നൽ ഖബറ അവ്വലു മൻസിലു മിൻ മനാസിൽ ആഖിറ. പാരത്രികമായ ലോകത്തിലേക്കുള്ള ആദ്യത്തെ കവാടം ഖബറാണ്. ആ ഖബറിൽ മലക്കുകളുണ്ട്. ആ ഖബറിൽ ഒരുപാട് മലക്കുകൾ വരാനുണ്ട്. മുൻകർ വരാനുണ്ട്, നക്കീർ വരാനുണ്ട്. ആ ഖബറിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഉസ്താദ് വായെന്ന് പറഞ്ഞപ്പോ ഖബറിനെ കുറിച്ച് പറഞ്ഞു. ഖബറിനൊരു സ്വഭാവമുണ്ട്. ദുനിയാവ് ശരിക്കുള്ള ദുനിയാവ് എന്താ? ഒരു യാത്രക്കാരന്റെ ഇടയിലുള്ള വിശ്രമമാണ്.
ഈ വിശ്രമത്തിൻ്റെ ഇടയിൽ നമ്മൾ എത്ര തെറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്, എത്ര തെറ്റുകളാണ്. സുബ്ഹാനല്ലാഹ്. ഇന്നൽ ഖബറ അവ്വലു മൻസിലു മിൻ മനാസിലിൽ ആഖിറ. ഈ കാര്യങ്ങൾ പറയാൻ ഒരു കാരണമുണ്ട്. അഹ്ലു ബൈത്തിന്റെ വിഷയം പറയാൻ അതിനൊരു കാരണമുണ്ട്. സുബ്ഹാനല്ലാഹ്. ആരെങ്കിലും ഒരാള് അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഖബറിലും വരും അല്ലാഹുവിന്റെ റസൂല് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അറിയോ, ഖബറാണ് നമ്മൾ, മൈശറല്ല നമ്മൾ പേടിക്കേണ്ടത്, ഖബറാണ്. ഇന്നൽ ഖബറ അവ്വലു മൻസിലു മിൻ മനാസിലിൽ ആഖിറ. പാരത്രികമായ ലോകത്തിലേക്കുള്ള ആദ്യത്തെ ഖബറാണ്. ആ ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ നൂല് പോലെ മുടിനാരിന്റെ കട്ടി പോലും ഇല്ലാത്ത സിറാത്ത് പാലം നിനക്ക് പ്രശ്നമില്ല. ഖബറിൽ കടക്കുന്ന ഒരു പാമ്പെങ്ങാനും വന്നിട്ട് ദുനിയാവിലൊന്ന് ചീറ്റിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് പുല്ല് പോലും മുടക്കൂല. അള്ളാഹു ഖബറിൽ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കേൾക്കണം, ഒരു തങ്ങൾ എന്നെ കാണാൻ വന്നു. എന്നോട് ചോദിച്ചു, എന്നെ അറിയിച്ചു,